ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അറസ്റ്റ് ഓഫ് പേഴ്സൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 5 BNSSൽ അറസ്റ്റ് ഓഫ് പേഴ്സൺസിൽ സെക്ഷൻ 50 ആണ് ഇനിയുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 50 എന്ന് പറയുന്നത് ഇത് 11th ക്ലാസ്സാണ്. പവർ ടു സീസ് ഒഫൻസീവ് വെപ്പൺസ് ആണ് സെക്ഷൻ 50 പറയുന്നത്. പവർ ടു സീസ് ഒഫൻസീവ് വെപ്പൺസ്. Section 50 prakaram, the police officer or other person making any arrest under this Sanhita may immediately after the arrest is made take from the person arrested any offensive weapons which he has about his person and shall deliver all weapons so taken to the court or officer before which or whom the officer or person making the arrest is required by this Sanhita to produce the person arrested. അപ്പോൾ ഈ സംഹിത പ്രകാരം അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഏതെങ്കിലും ഒരാളെ സെർച്ച് നമ്മൾ പറയുന്നുണ്ടല്ലേ, സെർച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത പേഴ്സണെ നമ്മൾ അവരെ ബോഡി നമ്മൾ നോക്കി സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒഫൻസീവായിട്ടുള്ള വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെപ്പൺസ് സീസ് ചെയ്തെടുക്കണം അല്ലേ, പിടിച്ചെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതായത് കോടതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ കോടതി ഏത് ഓഫീസറുടെ മുമ്പാകെയാണോ ഇദ്ദേഹത്തിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഓഫീസറുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിനും മെമ്മോറാണ്ടമൊക്കെ തയ്യാറാക്കി വേണം ഇതും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് സെക്ഷൻ 50 പറയുന്ന പവർ ടു സീസ് ഒഫൻസീവ് വെപ്പൺസ് ആണ് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 51 നോക്കാം. സെക്ഷൻ 51 എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ അറ്റ് റിക്വസ്റ്റ് ഓഫ് പോലീസ് ഓഫീസർ. അപ്പോൾ എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ അറ്റ് റിക്വസ്റ്റ് ഓഫ് പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസറുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ഈ പ്രതിയെ എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്കൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഈ മെഡിക്കൽ ഓഫീസറും മെഡിക്കൽ പ്രാക്ടീഷണറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇതിനകത്ത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഒരു മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അല്ലേ. മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് ഒഫീഷ്യലി എംപ്ലോയിഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലോ അതേപോലെ ഹെൽത്ത് സെൻറ്റേഴ്സിലോ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒഫീഷ്യലി എംപ്ലോയിഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ പ്രാക്ടീഷണർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ RMB എന്ന് പറയുന്നത് റെഫേഴ്സ് ടു എനി ഡോക്ടർ whose qualifications are recognized by the National Medical Commission Act in 2019. അവരുടെ പേര് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019 എൻ്റർ ചെയ്തിരിക്കണം. ആൻഡ് ഈസ് രജിസ്റ്റേർഡ് ഓൺ ദ നാഷണൽ ഓർ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റേഴ്സ്. എന്നിട്ട് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റേഴ്സിൽ അവരെ രജിസ്റ്റർ ചെയ്തിരിക്കണം. RMB അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ സെർവ്സ് ആസ് എ ബാക്കപ്പ് ഓർ ആൾട്ടർനേറ്റീവ് ഇൻ ദ ലീഗൽ പ്രൊഫഷൻ. ലീഗൽ പ്രൊഫഷനിൽ ഒരു ബാക്കപ്പായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ RMBs എന്ന് പറയുന്നത്. ഇഫ് എ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ ഈസ് അൺഅവൈലബിൾ, അതായത് ഒരു ഡോക്ടറിൻ്റെ അസാന്നിധ്യത്തിൽ അവൈലബിൾ, അത് RMB ഈസ് ഓതറൈസ്ഡ് ടു സ്റ്റെപ്പ് ഇൻ കണ്ടക്ട് റിക്വയർഡ് മെഡിക്കൽ ആൻഡ് ഫോറൻസിക് എക്സാമിനേഷൻ. ആവശ്യപ്പെടുന്ന എന്തെങ്കിലും എക്സാമിനേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് ഈ പറയുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനാണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണറാണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ഒരു അക്യൂസ്ഡിനെ എന്ത് ചെയ്യാം, ഒരു പോലീസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് ദേഹപരിശോധന നടത്താമെന്നാണ് പറയുന്നത്. വെൻ എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഓൺ എ ചാർജ് ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് സച്ച് നേച്ചർ ആൻഡ് അലീഗ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് അണ്ടർ സച്ച് സർക്കംസ്റ്റൻസസ് ദാറ്റ് ദർ ആർ റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിംഗ് ദാറ്റ് ആൻ എക്സാമിനേഷൻ ഓഫ് ഹിസ് പേഴ്സൺ വിൽ അഫോർഡ് എവിഡൻസ് ആസ് ടു കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. അതായത് ഒരാളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒഫൻസിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ഇയാളെ പരിശോധിക്കുന്നത് മൂലം കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാം. ഇറ്റ് ഷാൽ ബി ലോഫുൾ ഫോർ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഇത് നിയമപരമായിട്ട് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ RMBs ആണ് ഇത് ഈ പ്രാക്ടീസ് ഈ എൻക്വയറി നടത്തേണ്ടത്.
ആക്ടിങ് അണ്ടർ ദ റിക്വസ്റ്റ് ഓഫ് എനി പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസറുടെ റിക്വസ്റ്റിലാണ് ഇവർ മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പാകെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഫോർ എനി പേഴ്സൺ ആക്ടിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഈസ് എയ്ഡ് under his direction to make such an examination of the person arrested as is reasonably necessary to in order to ascertain the fact which may be afford such evidence and to use such force is reason. അതായത് ഇപ്പോൾ ഈ മെഡിക്കൽ ഓഫീസറുടെ മുമ്പാകെ കൊണ്ടുപോകുമ്പോൾ ഇവരത് സമ്മതിക്കുന്നില്ല, എന്നെ എക്സാമിൻ ചെയ്യേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടും ഇവരെ എന്ത് ചെയ്യാം, മെഡിക്കൽ എക്സാമിനേഷൻ നടത്താമെന്നുള്ളതാണ്. വെനെവർ ദ പേഴ്സൺ ഓഫ് എ ഫീമെയിൽ ഈസ് എക്സാമിൻഡ്. അപ്പോൾ എവിടെയും നിയമത്തിൽ ഫീമെയിൽസിന് ഒരു എപ്പോഴും ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഷാൽ ബി മെയ്ഡ് ഓൺലി ബൈ ഓർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫീമെയിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസ് പ്രാക്ടീഷണർ. ഒരു ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണറുടെ സാന്നിധ്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാമിനേഷൻ നടത്താൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസൻസിൽ എക്സാമിനേഷൻ നടത്താൻ പാടുള്ളൂ. ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഷാൽ വിത്തൗട്ട് എനി ഡിലേ ഫോർവേഡ് ദ എക്സാമിനേഷൻ റിപ്പോർട്ട് ടു ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഇങ്ങനെ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് അവരുടെ കയ്യിൽ വെച്ചിരുന്നാൽ പോരാ, ഡിലേ ഇല്ലാതെ തന്നെ ഈ ഓഫീസറുടെ മുമ്പാകെ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഈ മെഡിക്കൽ റിപ്പോർട്ട് കൈമാറണം. In this section 52 and 53 examination shall include അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്താം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താം, എന്തൊക്കെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും. ബ്ലഡ് ചെയ്യാൻ പറ്റും, ബ്ലഡ് സെമന്, ബ്ലഡ് സ്റ്റെയിൻസ്, സെമന്, സ്വാബ്, ഇൻ കേസ് ഓഫ് സെക്ഷൽ ഒഫൻസ് ആണെങ്കിൽ സ്പെക്ട്രം ആൻഡ് സ്വെറ്റ്, ഹെയർ സാമ്പിൾസ് ആൻഡ് ഫിംഗർ നെയിൽ clipping by the use of modern scientific techniques including DNA profiling and such other tests which the registered medical practitioners thinks necessary in a particular case. ഒരു പ്രത്യേക കേസിൽ ഇപ്പം റേപ്പ് കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ സെമനോ സ്പെക്ട്രമോ സ്വെറ്റോ ഹെയർ സാമ്പിളോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ, ഫിംഗർ നെയിലോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനുള്ള അധികാരമുണ്ട്. പിന്നെ മെഡിക്കൽ ഓഫീസർക്ക് ഈ കേസിനോടനുബന്ധിച്ച് ഇന്ന എക്സാമിനേഷൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. പിന്നെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മീൻസ് എ പ്രാക്ടീഷണർ ഹൂ പോസസ് എനി മെഡിക്കൽ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് അണ്ടർ ദി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019. ഞാനിപ്പോൾ പഠിപ്പിച്ചു തന്ന അതുപോലെയുള്ള ഒരാളാണ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. സെക്ഷൻ 52-ൽ എക്സാമിനേഷൻ ഓഫ് പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് റേപ്പ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ. ഒരു റേപ്പ് ചെയ്ത ഒരു പ്രതിയുടെ മെഡിക്കൽ എക്സാമിനേഷനിൽ കാര്യമാണ് 52 ക്ലോസ് 1 പറയുന്നത്. വെൻ എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഓൺ എ ചാർജ് ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഓഫ് റേപ്പ് ഓർ ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പ് ആൻഡ് ദെയർ ആർ റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിംഗ് ദാറ്റ് ആൻ എക്സാമിനേഷൻ ഓഫ് ഹിസ് പേഴ്സൺ വിൽ അഫോർഡ് എവിഡൻസ് ആസ് ടു സച്ച് എ കമ്മീഷൻ ഓഫ് സച്ച് ഒഫൻസ് ഇറ്റ് ഷാൽ ബി ലോഫുൾ ഫോർ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ employed in a hospital run by the government or by local authority in the absence such practitioner within the radius of 16 kilometers from the place where the offence has been committed. അതായത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിലോമീറ്ററിനകത്ത് ഉള്ള ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓഫീസറുടെ മുമ്പാകെ കൊണ്ടുപോയി വേണം മെഡിക്കൽ എവിഡൻസ് എടുക്കാൻ. അപ്പോൾ എനി അതർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആക്ടിങ് അണ്ടർ ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ഓഫീസറുടെ റിക്വസ്റ്റ് പ്രകാരം വേറെ ഏതെങ്കിലും മെഡിക്കൽ പ്രാക്ടീഷണറാണ് അത് ചെയ്യുന്നതെങ്കിൽ in good faith in his aid and under his direction to make such an examination of the arrested person. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലരെന്ത് ചെയ്യാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചതിൻ്റെ മെഡിക്കൽ എവിഡൻസ് എടുക്കാവുന്നതാണ്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കണ്ടക്ടിങ് സച്ച് എക്സാമിനേഷൻ വിത്തൗട്ട് ഡിലേ എന്ത് ചെയ്യണം, ഇത് പ്രിപ്പയർ ചെയ്ത് ഡിലേ ഇല്ലാതെ തന്നെ ഈ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ എന്തൊക്കെ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി അക്യൂസ്ഡ് ആൻഡ് ഓഫ് ദി പേഴ്സൺസ് ബൈ ഹൂം ഹി വാസ് ബ്രോട്ട്. ആരാണോ പ്രതി എന്ന് പറയുന്ന ആൾ, അയാളുടെ പേര്, അഡ്രസ്സ് വേണം, ആരാണ് അദ്ദേഹത്തിന് ഈ മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പാകെ കൊണ്ടുവന്നതെന്നുള്ളത് വേണം. ദ ഏജ് ഓഫ് ദ അക്യൂസ്ഡ്, മാർക്ക് ഓഫ് ഇഞ്ചുറി ഇഫ് എനി ഓൺ ദ പേഴ്സൺ ഓഫ് ദ അക്യൂസ്ഡ്. അക്യൂസ്ഡിൻ്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കണം.
the description of the material taken from the person of the accused for DNA profiling. DNA പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെയറോ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കണം. അതർ മെറ്റീരിയൽ പർട്ടിക്കുലേഴ്സ് ഇൻ റീസണബിൾ ഡീറ്റെയിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കണം. റിപ്പോർട്ട് ഷാൽ സ്റ്റേറ്റ് പ്രിസൈസ്ലി ദ റീസൺസ് ഫോർ ഈച്ച് കൺക്ലൂഷൻ അറൈവ്ഡ്. ഓരോ കൺക്ലൂഷൻ്റെയും റിപ്പോർട്ട് കാണിച്ചിരിക്കണം. The exact time of commencement and completion of the examination shall also be noted in the report. റിപ്പോർട്ടിനകത്ത് എപ്പോഴാണ് ഈ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നും അതെപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ള റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഷാൽ വിത്തൗട്ട് എനി ഡിലേ ഫോർവേഡ് ദ റിപ്പോർട്ട് ടു ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഡിലേ ഇല്ലാതെ റിപ്പോർട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഹു ഷാൽ ഫോർവേഡ് ടു ദി ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് മജിസ്ട്രേറ്റിന് റെഫർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് 52-ൽ പറയുന്ന എക്സാമിനേഷൻ ഓഫ് പേഴ്സൺ അക്യൂസ്ഡ് ബൈ റേപ്പ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഇനി 53-ൽ എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ബൈ മെഡിക്കൽ ഓഫീസർ. ഒരു മെഡിക്കൽ ഓഫീസർ എന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ പരിശോധനയിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണറുടെയും എക്സാമിനേഷൻ ഓഫ് മെഡിക്കൽ ഓഫീസറുടെയും ഡിഫറൻസ് പറഞ്ഞു തന്നത്. When a person is arrested, he shall be examined by a medical officer in the service of central government or state government, and in case the medical officer is not available, by a registered medical practitioner soon after the arrest is made. ഒരാളെ അറസ്റ്റ് ചെയ്ത ഉടനെ നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതെന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ മുമ്പാകെയാണ് കൊണ്ടുപോകുന്നത്. ഈ ഡോക്ടറുടെ മുമ്പാകെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഡോക്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പാകെ ഹാജരാക്കുകയുള്ളൂ. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ മെഡിക്കൽ ഓഫീസർ ഓർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഇസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് വൺ മോർ എക്സാമിനേഷൻ സച്ച് പേഴ്സൺ. ഇപ്പം ഒരു പ്രാവശ്യം കൊണ്ടുപോയി അദ്ദേഹത്തിന് തൃപ്തികരമല്ല, ഒന്നും കൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഹി മേ ഡൂ സോ. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് വെയർ ദ അറസ്റ്റഡ് പേഴ്സൺ ഈസ് എ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ഷാൽ ബി മെയ്ഡ് ഓൺലി ബൈ ഓർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി ഫീമെയിൽ മെഡിക്കൽ ഓഫീസർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറുടെ മുമ്പാകെ ആണെങ്കിലും രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മുമ്പാകെ ആണെങ്കിലും ഒരു അക്യൂസ്ഡിനെ പരിശോധിക്കുന്ന സമയം എന്ത് ചെയ്യണം, അവർ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സൂപ്പർവിഷനിലായിരിക്കണം. ദ മെഡിക്കൽ ഓഫീസർ ഓർ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ സോ എക്സാമിനിങ് ദി അറസ്റ്റഡ് പേഴ്സൺ ഷാൽ പ്രിപ്പയർ ദ റെക്കോർഡ് ഓഫ് സച്ച് എക്സാമിനേഷൻ മെൻഷനിങ് ഇൻ ദെയർ ഇഞ്ചുറീസ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവരുടെ ശരീരത്തിലുള്ള ഇഞ്ചുറീസും മറ്റു കാര്യങ്ങൾ, മാർക്സ് ഓഫ് വയലൻസ് അപ്പോൺ ദ പേഴ്സൺ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും വയലൻസ് കമ്മിറ്റ് ചെയ്തതിൻ്റെ മാർക്സ് ഉണ്ടെങ്കിൽ അത്, ആൻഡ് ദ അപ്രോക്സിമേറ്റ് ടൈം ഓഫ് ഇഞ്ചുറി, ഏത് സമയത്താണ് അപകടം നടന്നിരുന്നത്, ഓർ മാർക്സ് ഹാവ് ബീൻ ഇൻഫ്ലിക്റ്റഡ്, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ വൂണ്ട് അല്ലെങ്കിൽ ആ മാർക്സ് വന്ന ഏത് സമയത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം. Where an examination is made under subsection 1, a copy of the report of such examination shall be furnished by the medical officer or registered medical practitioner as the case may be to the arrested person or the person nominated by such arrested person. എന്നിട്ട് ഈ അറസ്റ്റഡ് പേഴ്സണോ അല്ലെന്നുണ്ടെങ്കിൽ അതേ നോമിനേറ്റ് ചെയ്ത ഒരാൾക്കോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കോപ്പി നമുക്ക് കൊടുക്കാവുന്നതാണ്. അതാണ് 53-ൽ പറയുന്നത്. ഇനി 54 ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺ അറസ്റ്റഡ് ആണ്. 54-ൽ വന്നിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺ അറസ്റ്റഡ്, അതായത് ചില സാഹചര്യങ്ങളിൽ ഒരു അറസ്റ്റ് ചെയ്ത പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം വരും അല്ലേ. അതായത് അയാളെ തിരിച്ചറിയൽ പരേഡ് നടത്തുക എന്നുള്ള ഒരു സംഭവം വരും. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യ സാഹചര്യങ്ങളിലാണെങ്കിൽ ജൂറിസ്ഡിക്ഷനിലുള്ള കോടതിക്ക് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഐഡൻറ്റിഫിക്കേഷൻ നടത്താവുന്നതാണ്. ജൂറിസ്ഡിക്ഷനുള്ള കോടതിക്കാണ് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ അധികാരം. മെൻ്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ സൂപ്പർവിഷനോട് കൂടി ഐഡൻറ്റിഫിക്കേഷൻ നടത്താമെന്നും അത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുമാണ് സെക്ഷൻ 54-ൽ പറയുന്നത്. ഒന്ന് വായിക്കാം. വേറെ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഓൺ എ ചാർജ് ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ആൻഡ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ബൈ എനി അതർ പേഴ്സൺ ഓർ പേഴ്സൺ ഈസ് കൺസിഡർഡ് നെസസറി ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് ഒഫൻസ്, ദ കോർട്ട് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ മേ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഡയറക്ട് ദ പേഴ്സൺ
so arrested to subject himself to identification by any person or person in such manner as the court may deemed fit. അപ്പം ഏതെങ്കിലും ഒരു പേഴ്സണ് ഏതെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ഒരു പേഴ്സണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ട സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ജൂറിസ്ഡിക്ഷനുള്ള ഒരു കോടതിക്കാണ് അതിനുള്ള അധികാരം. കോടതിയാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ഇനി പിന്നെ പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ പേഴ്സൺ ഐഡൻറ്റിഫൈങ് ദ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഈസ് മെൻ്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ സച്ച് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഷാൽ ടേക്ക് പ്ലേസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം ആ ഒരു ഇത് ഐഡൻറ്റിഫിക്കേഷൻ നടക്കാൻ. ഹു ഷാൽ ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ് ടു എൻഷുർ ദാറ്റ് സച്ച് പേഴ്സൺ ഐഡൻറ്റിഫൈഡ് ദ പേഴ്സൺ അറസ്റ്റഡ് യൂസിങ് ദാറ്റ് മെത്തേഡ് using methods that person is comfortable with and identification process shall be. അപ്പോൾ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഈ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്താൻ. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ അവർക്ക് ഇതെല്ലാം വീഡിയോ ഓഡിയോ റെക്കോർഡിങ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 54 പറയുന്ന. ഇനി 55 ആണ്. 55 പ്രൊസീജിയർ വെൻ പോലീസ് ഓഫീസർ ഡെപ്യൂട്ട്സ് സബോർഡിനേറ്റ് ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർ അവരുടെ സബോർഡിനേറ്റിനോട് അറസ്റ്റ് ചെയ്യാൻ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരും അല്ലേ. അങ്ങനെ വരുന്ന സാഹചര്യമാണ് പറയുന്നത്. സെക്ഷൻ 55 ക്ലോസ് 1 വെൻ എനി ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഓർ എനി പോലീസ് ഓഫീസർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ചാപ്റ്റർ 8 requires any officer subordinate to him to arrest without a warrant otherwise than in his presence. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിടുന്ന സാഹചര്യം വരും. എനി പേഴ്സൺ ഹൂ മേ lawfully be arrested without a warrant he shall deliver to the officer required to make the arrest an order in writing. ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി കൊടുക്കണം, ഞാൻ ഇന്നയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സ്പെസിഫൈങ് ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ആൻഡ് ദ ഒഫൻസ് ഓർ അതർ കോസ് വിച്ച് ദ അറസ്റ്റ് ഈസ് മെയ്ഡ് ആൻഡ് ദ ഓഫീസർ ഇസ് ഓർ റിക്വയർഡ് ഷാൽ ബിഫോർ മേക്കിംഗ് ദ അറസ്റ്റ് നോട്ടിഫൈ ടു ദ പേഴ്സൺ ബി അറസ്റ്റഡ് ദ സബ്സ്റ്റൻസ്. അറസ്റ്റ് ചെയ്യുന്ന പേഴ്സണ് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്, പിന്നെ ഇന്ന സാഹചര്യങ്ങളാണെന്ന്. നത്തിങ് ഇൻ ദി സബ്സെഷൻ ഷാൽ എഫക്റ്റ് ദി പവർ ഓഫ് പോലീസ്. ഈ സെക്ഷൻ 35 അറസ്റ്റ് ഓഫ് പേഴ്സൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. അപ്പം ഒരു പോലീസ് ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിലല്ലാത്ത വരുന്ന സാഹചര്യങ്ങളിൽ ഒരു സബോർഡിനേറ്റിനോട് അറസ്റ്റ് ചെയ്യാൻ പറയാനുള്ള അധികാരം ഉണ്ടെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി സെക്ഷൻ 56 ഇറ്റ് ഷാൽ ബി ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് അറസ്റ്റഡ് പേഴ്സൺ. അറസ്റ്റഡ് പേഴ്സൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കുക എന്നുള്ളത് പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സൺ ഹാവിംഗ് ദ കസ്റ്റഡി ഓഫ് ആൻ അക്യൂസ്ഡ് ടു ടേക്ക് ദ റീസണബിൾ കെയർ ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദി അക്യൂസ്ഡ് പേഴ്സൻ്റെ സേഫ്റ്റിയും മറ്റും നോക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? പോലീസ് ഓഫീസർക്കാണ്. പേഴ്സൺ സെക്ഷൻ 57 പേഴ്സൺ അറസ്റ്റഡ് ടു ബി ടേക്കൺ ബിഫോർ മജിസ്ട്രേറ്റ് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ. അത് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 57. പൊതുജനങ്ങൾക്കെല്ലാം അറിയപ്പെടുന്ന ഒരു സെക്ഷനാണ്. എന്തുകൊണ്ടാണ് അത് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 57 മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾക്ക് അറിയപ്പെടുന്നതാണ് അല്ലേ. പോലീസ് ഓഫീസർ മേക്കിംഗ് ആൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഷാൽ വിത്തൗട്ട് അൺനെസസറി ഡിലേ യാതൊന്നും കൂടാതെ സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഹിയറിൻ കണ്ടെയ്ൻ ടു ദി ബെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓർ ടേക്ക് സെൻഡ് ദ പേഴ്സൺ അറസ്റ്റഡ് ബിഫോർ. ബെയിൽ എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെയിൽ കൊടുക്കാവുന്ന സാഹചര്യമാണെങ്കിൽ പോലീസുകാർക്ക് പോലീസ് സ്റ്റേഷൻ ബെയിൽ കൊടുക്കാം. അല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ എന്ത് ചെയ്യണം? ഏത് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണോ ഹാജരാക്കേണ്ടത് ആ മജിസ്ട്രേറ്റിന് മുമ്പാകെ വിത്തൗട്ട് ഡിലേ ഹാജരാക്കണം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് 58. പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours. 24 മണിക്കൂറിന് വരെ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. No police officer shall detain in custody a person arrested without warrant for a longer period than under all circumstances of the case is reasonable, and such a period shall not, in the absence of a special order of a magistrate under section 187, exceed 24 hours exclusive of the time necessary for the journey from the place of arrest to magistrate court, whether having jurisdiction or not.
അപ്പോൾ പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻ മോർ ദാൻ 24 hours എന്നുള്ളത് എക്സെപ്ഷൻ പറയുന്നത് എന്താണ്? യാത്ര ചെയ്യുന്ന ദൂരം എക്സെപ്ഷനാണ്. ആ ദൂരം ഒഴികെയുള്ള കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഒഴികെയുള്ള ട്രാവലിംഗ് ടൈം ഒഴികെയുള്ള ടൈമാണ് 24 hours എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 58 പറയുന്നത്. 59-ൽ പോലീസ് ടു റിപ്പോർട്ട് അപ്രിഹെൻഷൻസ്. പോലീസിന് എന്ത് ചെയ്യാണ്? പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കലാണ് 59-ൽ പറയുന്നത്. അതായത് ഓഫീസേഴ്സ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഷാൽ റിപ്പോർട്ട് ടു ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഹീ സോ ഡയറക്റ്റ് ടു ദ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. അപ്പം പോലീസ് സ്റ്റേഷനിൽ ചാർജുള്ള ഒരു ഓഫീസർ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ, ഈ അറസ്റ്റിൻ്റെ കാര്യങ്ങളും മറ്റുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് റിപ്പോർട്ടുകൾ, ഈ കാര്യങ്ങളെല്ലാം, മെഡിക്കൽ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെയോ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വിതിൻ ദ ലിമിറ്റ് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേഷൻസ് വെദർ സച്ച് പേഴ്സൺസ് ഹാവ് ബീൻ അഡ്മിറ്റഡ് ടു ബെയിൽ ഓർ അതർവൈസ്. അയാളെ ബെയിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കലാണ് സെക്ഷൻ 59 എന്ന് പറയുന്നത്. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത എല്ലാ വ്യക്തികളുടെയും കേസുകൾ, അവരുടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ മെഡിക്കൽ എവിഡൻസ് എടുത്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതാണ് സെക്ഷൻ 59 പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ. സെക്ഷൻ 60-ൽ പറയുന്ന ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ അപ്രിഹെൻഡഡ് ആണ്. നോ പേഴ്സൺ ഹു ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ എ പോലീസ് ഓഫീസർ ഷാൽ ബി ഡിസ്ചാർജ്ഡ് എക്സെപ്റ്റ് ഓൺ ഈസ് ബോണ്ട് ഓർ ബെയിൽ ബോണ്ട് ഓർ അണ്ടർ ദ സ്പെഷ്യൽ ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ്. നമ്മൾ അറസ്റ്റ് ചെയ്ത ഒരു പേഴ്സൺ, ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്ത ഒരു പേഴ്സണ് ബോണ്ട് വഴിയോ ബെയിൽ വഴിയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെയോ അയാൾ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് 60-ൽ പറയുന്നത്. 61 പറയുന്ന പവർ ഓൺ എസ്കേപ്പ് ടു പെർസ്യൂ ഓർ ആൻഡ് റീടേക്ക്. ഒരു കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി കസ്റ്റഡിയിൽ നിന്നും പിന്നെ എസ്കേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റാണ് 61-ൽ പറയുന്നത്. അതിൽ പിന്നെ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44 ഷാൽ അപ്ലൈ ടു ദ അറസ്റ്റ് അണ്ടർ സബ്സെഷൻ. ഇതിനകത്ത് മറ്റുള്ള അറസ്റ്റിൻ്റെ രീതികൾ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ സെക്ഷൻ 44 പിന്നെ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 62-ൽ അറസ്റ്റ് ടു ബി മെയ്ഡ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു സംഹിത. ഈ അറസ്റ്റ് എപ്പോഴും നടത്തേണ്ടത് ഈ BNSSൻ്റെ പറയുന്ന പിന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ സെക്ഷൻസിൽ പറയുന്ന അറസ്റ്റഡ് പേഴ്സൺസിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നോ അറസ്റ്റ് ഷാൽ ബി മെയ്ഡ് എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് സംഹിത. ഈ സംഹിതയിൽ പറയുന്ന പ്രൊവിഷൻ അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതല്ല ഓർ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് പ്രൊവൈഡിങ് ഫോർ അറസ്റ്റ്. അറസ്റ്റിനായിട്ട് വേറെ ഏതെങ്കിലും ഒരു നിയമപ്രകാരം അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമം ഉപയോഗിക്കാമെന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്താണ്. നമ്മൾ 2-3 പിന്നെ ക്ലാസ്സുകളായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ വരുന്നത് 6 ആണ്. അപ്പം എല്ലാവരും ഈ ക്ലാസ്സുകൾ വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ